ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ചെയ്യാത്തതും എന്റെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണേ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് മാൾസിന്റെ ഇവന്റ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ എന്റെ അനിയൻ പോയിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് വന്നു. അപ്പൊ നമ്മളത് വണ്ടിയുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കലൈറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആലുവയിൽ ഇറങ്ങാനാണ് പ്ലാൻ. യൂട്യൂബിൽ ഓരോ ഇവന്റിന് പോണ വീഡിയോസ് ഓരോ യൂട്യൂബേഴ്സിന്റെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ഒരു ഇവന്റിന് പോകണം അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നില്ല. കുറെ നാൾ കഴിയുമ്പോൾ എന്തായാലും എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഇവന്റിന് പോകാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഈ മാൾസിന്റെ ഇവന്റിന്റെ ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയായിരുന്നു. എങ്ങനെയാണ് പോവുക, എനിക്ക് സ്ട്രെസ്സാണ് ഫസ്റ്റ് കയറിയത്. എങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് സംസാരിക്കും, ആൾക്കാരായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യുന്നൊക്കെയുള്ള ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ പോയി. പോയത് എന്റെ മാത്രം ഒരു ഇതല്ല, ഒന്ന് രണ്ട് ഫ്രണ്ട്സിന്റെ ഒരു നിർബന്ധമൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ പോയേക്കുന്നത്. പക്ഷെ പോയില്ലായിരുന്നെങ്കിൽ നല്ല റിഗ്രറ്റ് ആയേനെ. വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുമ്പോഴാണ് എനിക്ക് സ്ട്രെസ് കൂടുന്നത്. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ നന്നായിട്ട് എൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും നല്ലോണം എൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അൽമ, ഇവൾക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇവളെന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ഇവളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ അൽമയും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ പോവാന്ന് ഉറപ്പിച്ചത്. ഒരാൾ കൂടെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നില്ലല്ലോ. വെറുതെ ഒരാൾ കൂടെ ഉണ്ടായാൽ മതി. എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം, പക്ഷെ ഒരാൾ കൂടിയുള്ളത് ഇപ്പോഴും ഭയങ്കര നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ഊബർ എടുത്തിട്ട് ഇവന്റിന്റെ സ്പോട്ടിലേക്ക് പോവാണ്. കൊച്ചി എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു പരിപാടി. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി. അവിടെ ചെന്ന് ഫ്രണ്ടിൽ നിന്നപ്പോ തന്നെ പേടിയായിരുന്നു, എന്തായിരിക്കും പറയാ, എന്താണ് ചോദിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നു. അവര് കണ്ടപ്പോ തന്നെ ഞങ്ങളോട് കയറിക്കോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ വാഷ്റൂമിലേക്കാണ് പോയത്. അങ്ങനെ വാഷ്റൂമിൽ കയറിയിട്ട് ഞങ്ങളൊന്ന് സെറ്റായിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തായാലും എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് കുറയുന്നത് എവിടെയാണെന്നറിയോ? ഒന്നാമത്തെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, പക്ഷെ അതിന്റെ കൂടെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അറിയില്ല എന്നല്ല, അറിയാം, പക്ഷെ ഇങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനോ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊന്ന് ആലോചിച്ചിട്ട് വേണം മറുപടി പറയാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് മറുപടി പറഞ്ഞാലും ചിലപ്പോൾ മണ്ടത്തരായിരിക്കും പറയണത്. അപ്പൊ ആലോചിക്കാണ്ട് പറഞ്ഞാലുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാമല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ നമ്മൾ സീറ്റിലിരുന്നു, നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടി. ഞാൻ ലിപ് ഗ്ലോസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുടിച്ചപ്പോൾ ഗ്ലാസ്സുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് അവളോട് പറയാണ് ചെയ്തത്. ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും നല്ല അടിപൊളി ലുക്കിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരെ കാണുമ്പോൾ ഒന്നിനൊന്നും മെച്ചാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് രശ്മി, നമുക്ക് ഇൻവിറ്റേഷൻ അയച്ചത് ആളാണ്. ഫേസ് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇൻവൈറ്റ് ചെയ്തവരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. എല്ലാരും നല്ല സ്വീറ്റ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം എനിക്ക് അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഉണ്ടായിരുന്നില്ല. ഇവന്റ് 12 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചാം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഫേസ് പെയിന്റിന്റെ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇവിടെയുണ്ട്. സോ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. So we're team Unwind Kochi. We host events in Kochi. Okay. And this is one like an event we've done before. It's like a big dazzling event. The charm cosmetic event. So yeah. So makes it easier. Do you like this? So you have to close it. So basically, hold it and just close the hole. Oh, actually don't close it. I'll do it. വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ചെന്നപ്പോൾ കൈ വിറച്ചിട്ട് അലമ്പായി പോയേ. എന്നാലും കുഴപ്പമില്ല, അവര് നല്ല സ്വീറ്റ് ആയിരുന്നു. അതായത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫേസ് പെയിന്റിങ്ങിന്റെ അവിടെ പോവാന്ന് വിചാരിച്ചത്, പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ ഭയങ്കര തിരക്കായി. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് എനിക്കാണ് അവർ ഉണ്ടാക്കി തന്നെ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കയ്യിലിരുന്ന് വെറുതെ പൊട്ടിപ്പോയത്. താങ്ക് യു. ഇതുവളുടെ പൊട്ടിയിട്ടില്ല, എന്റെ പൊട്ടിച്ചു ആൾറെഡി പൊട്ടിയത് എന്റെ കയ്യിലിരുന്ന് പൊട്ടിയില്ല. എന്ത് ചെയ്യാനാ, എനിക്ക് ശരിയാക്കി തരുമായിരിക്കും.
എനിക്ക് കിട്ടിയ ചാമും അപ്പം തന്നെ കയ്യിലിരുന്ന് പൊട്ടി. ഞാൻ വലിച്ച് പൊട്ടിച്ചതല്ല, തന്നെ പൊട്ടിയത്. പിന്നെ വീണ്ടും ഉണ്ടാക്കാൻ അവിടെ സമയം ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് സീറ്റിൽ വന്നിരുന്നു. പിന്നെ വീണ്ടും വേറെ ഡ്രിങ്ക്സ് കൊണ്ടു, അതൊക്കെ കുടിച്ചിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും പലരും സ്ട്രേഞ്ചേഴ്സ് ആണ്, പലരും ഫ്രണ്ട്സ് ആയിട്ട് വന്നവരും ഉണ്ട്. സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് ടേൺ ടു ദി പേഴ്സൺ നെക്സ്റ്റ് ടു യു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലേ? പറഞ്ഞോ, എന്താ പറഞ്ഞേ? ഓക്കെ, പറഞ്ഞോളൂ. What was your compliment to her? Okay, first of all, what's your name? Sri Lakshmi. Sri Lakshmi looking so cute. Okay, എന്തായിരുന്നു Sri Lakshmi? ആർക്കായിരുന്നു കോംപ്ലിമെന്റ് നൽകിയത്? അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. What's your compliment? Asra from? പറയൂ. അത് ശരിയാട്ടോ, ഈ ഹാളില് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്മൈലുള്ള ആളാണ്. ഒന്ന് എല്ലാവരും നോക്കിയേ. യെസ്, നല്ലൊരു കൈഡി കൊടുത്തേ. സൂപ്പർ ആയി. കണ്ണൂർ. ഓ ഓക്കെ, 1 2 3 4 5. ഓക്കെ, 5 പേര് കണ്ണൂർ. ഇത് ഈ വെട്ടായിട്ട് വരികയാണോ? യെസ്. തൃശ്ശൂർ. ഓക്കെ. Nice. My name is Devi. She's so innocent face. Yeah. അത് ശരിയാണല്ലേ, ഇയാൾക്ക് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. അതായിരുന്നു കോംപ്ലിമെന്റ്. ഓക്കെ. Hi, my name is Abhirami. And the old look ഭയങ്കര അടിപൊളിയാണ്. യെസ്, ശരിയാണല്ലോ. അച്ഛനി ആലപ്പുഴയാണ് നാട്. That is exactly me. And here is something beautiful. Mars has always believed that every face is a canvas to be celebrated, to be colored, to be expressed. And what better place to celebrate that idea than here in Kochi, the art of capital of India? Because in Kerala, art is not something you go to see. Art is something you live in, you breathe in, you wear it. From Kathakali to Theyyam. തെയ്യം അറിയാത്തവരില്ല, ആൻഡ് ഓൾസോ കഥകളി എൻജോയ് ചെയ്യാത്തവരായിട്ടും ഇല്ല. നമുക്ക് മലയാളികൾക്ക് കഥകളി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു അറിയില്ല പുതിയ തലമുറ. We want one of you to become the canvas today. So from the group, you have to pick one person who will be your canvas, and everybody else will create like some. ഈ ഒരു മിനിറ്റ് കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഈ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ഇപ്പം എന്നെ കാണിച്ചില്ലേ, ഞങ്ങൾ 5 പേര്, ഞങ്ങളായിരുന്നു ടീം. അപ്പോൾ ഓരോ ടീമായിട്ട് തിരിച്ചിട്ട് നമുക്കൊരു ഗെയിം തന്നിട്ടുണ്ടായിരുന്നു. ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിലത്തെ ഒരാളെ നമ്മൾ മാർസിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ ഈ കുട്ടീനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടി പോകണം. അവളെ പേര് ലിയ എന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്. മേക്കപ്പ് അല്ലാണ്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല അടിപൊളി, നല്ല ബാഡി ലുക്ക് ഉണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ ടീമിന്റെ ടൈം എത്തി. അപ്പോൾ നമ്മളിതേ മേക്കപ്പ് ചെയ്യാതിരിക്കുകയാണ്. അവരെത്ര പേരുള്ളപ്പോൾ ഞാൻ പിന്നെ പോയി കൊളാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. അപ്പം എൻ്റെ ടീമിലുണ്ടായിരുന്നവരാണ് ഇവര്. അപ്പോൾ ഇവരുടെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡ് ഇട്ടത് മീനു എന്നാണ് പേര്, യെല്ലോ ഇട്ടത് മീനാക്ഷി എന്നാണ് പേര്, പിന്നെ ആ ബാക്കിൽ ഓഫ് ഷോൾഡർ ഇട്ടിട്ടില്ലേ അവളുടെ പേര് അഭിരാമി. പിന്നെ മേക്കപ്പ് ചെയ്യുന്ന ആളുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിയ എന്നാണെന്ന്. എല്ലാവരും ഒരുപോലത്തെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പം നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ടൊരു സാധനം ചെയ്യണം. അപ്പോൾ മീനുവിൻ്റെ തലയിൽ ഉദിച്ചൊരു സംഭവമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കണേ. അത് അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരുടെയും നിന്നും യുണീക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരാണ് മെയിനായിട്ട് മേക്കപ്പ് ചെയ്തത്. കാരണം ഞാനും കൂടി കയറി ഇടപെട്ട് അത് കൊളാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് നിൽക്കാഞ്ഞ്. എല്ലാവരും കൂടി കൈയിട്ട് വരുമ്പോൾ അത് അലമ്പാവില്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു. സമയം കഴിഞ്ഞിരിക്കുകയാണ്. വേഗം അങ്ങനെ നമ്മുടെ ടീമിനാണോ ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവൾ റാം വാക്ക് ഒക്കെ കണ്ടില്ല, അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ. പിന്നെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഫുള്ളൊന്നും എനിക്ക് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു, നമ്മൾ ടീമിന്റെ കൂടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മളൊന്ന് വാഷ്റൂം പോയി. അപ്പോഴേക്കും എൻ്റെ ചാർജ് അങ്ങോട്ട് തീർന്നടോ. ഫോണിൽ 15 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോയി ഒന്ന് ചാർജ് ചെയ്യാൻ ഇട്ടു. നമ്മുടെ ടീമിന് മേക്കപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഈ ഹൈലൈറ്റർ ആണ്. മറ്റുള്ളവർക്കൊക്കെ മറ്റേ കോമ്പാക്ട് ജെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ
ടോക്കൺ ഓഫ് ലവ് പോലെ നമുക്ക് ഈ കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് മാർച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കിറ്റ് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് തരണം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം. ഐഡിയ ഒന്നുമില്ല, പക്ഷെ നമുക്ക് ചെയ്യാം. With one belief that every face in this room is a masterpiece. And you proved them right. Kochi, you have been absolutely wonderful. Mars loves you and we will see you again very soon. So thank you so much all of you who gathered here. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. Thank you all. Bye. Thank you, all of you. Can we have like a big round of applause for everybody? Yes, നല്ലൊരു കൈ. Thank you so much. എനിക്ക് വരയ്ക്കാറുണ്ടോ? അയ്യേ, എനിക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല. എന്തെങ്കിലും വരച്ചാൽ മതി, എന്തെങ്കിലും. ഈശ്വരാ, എന്റെ നോക്ക് ഇവിടെ എല്ലാം വരയ്ക്കാം. വലിയൊരു ഫെമി. ഓക്കെ, സെറ്റ്. ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ചാമ എൻ്റെ പൊട്ടിപ്പറ്റില്ല അത് സെറ്റാക്കി ഈ ഒരു കണ്ണാടി സെറ്റാക്കി എടുത്തു. ഇനി ഞാൻ ഗിവ് അവയുടെ കാര്യങ്ങൾ പറയാം. ഗിവ് അവേ ആയിട്ടാണ് ഞാൻ ആ ഒരു പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടി പോണേ. എനിക്ക് ആ കിറ്റിലുണ്ടായിരുന്ന എല്ലാ ഗിഫ്റ്റും നിങ്ങൾക്കാണ് തരാൻ പോണേ. ഈ ഒരു മിററും പിന്നെ ആ കിട്ടിയ ചാമും അതും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യണം. പിന്നെ ഈ ലോങ് വീഡിയോൻ്റെ കമൻറ്റിലാണ് ഞാൻ നോക്കുന്നത്. ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റിൽ നിന്നാണ് ഞാൻ സെർച്ച് ചെയ്തെടുക്കുക. എന്താണ് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് തരണേന്നുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് തോന്നിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഞാൻ പിക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഇവൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി വീട്ടിലേക്കല്ല തിരിച്ചു പോകുന്നത്, ഞാൻ PGയിലേക്ക് പോയി. ഞാൻ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുമ്പോൾ നിന്നിട്ടുണ്ടായിരുന്ന PGയിലേക്ക് പോയി. ഞാൻ ഇവരുടെ കൂടെ ഊബർ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഊബർ എടുത്ത് ഞാനൊരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നാണ് നമ്മൾ പിന്നെ PGയിലേക്ക് പോയത്. ഇവൻറ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. എൻ്റെ ലൈഫിലത്തെ മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരുന്നു അന്ന്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റിയാലും ഞാൻ ഭയങ്കര ലക്കിയാന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അത്രേ ഉള്ളൂ. ബൈ.